ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗനാകെ തകർന്ന അവസ്ഥയിലാണല്ലോ. എന്തോ കാര്യമായ തിരിച്ചടി കിട്ടിയ പോലുണ്ട് മുഖം കണ്ടാൽ. ഓ, നീ ഇങ്ങനെ കുറ്റിയടിച്ച് കണക്ക് നിൽക്കാതെ ചെന്ന് കാര്യം ചോദിക്കൂ. ജോലി അന്വേഷിച്ചു പോയിട്ട് ഒന്നും ശരിയായില്ല. ഒരിടത്തും ഒരു ജോലിയും ശരിയാവുന്ന ലക്ഷണവുമില്ല. എന്താ ജഗ നീ പറയുന്നത്? പേരെടുത്തൊരു രാഷ്ട്രീയക്കാരന്റെ മോന് എങ്ങും ജോലി ശരിയായില്ലെന്നോ? മകൻ ജോലി തേടി നാടകം ചുറ്റിത്തിരിയുന്നു. മകനേക്കാൾ മുമ്പേ മകന് ജോലി കൊടുക്കണമെന്ന കൽപ്പനയുമായി സ്വന്തം അച്ഛൻ വാളുമായിട്ട് നടക്കുന്നു. ജോലി തരാൻ താല്പര്യമുള്ളവർ തന്നെ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുക. ഓ എന്റെ ദേവി, എന്തൊക്കെ ഈ കേൾക്കുന്നേ? മോനെ പോറ്റേണ്ട അച്ഛൻ തന്നെ മോന് പാല വെച്ച് നടക്കുന്നു പോലും. കേട്ടുകഴിവ് പോലും ഇല്ലാത്തൊരു കാര്യം. ഇങ്ങനെയുണ്ടോ ഒരച്ഛൻ? ജഗ, ആളെ മുട്ടിയ ചേരയും കടിക്കുമെന്ന. അച്ഛനാണെന്നൊന്നും നീ നോക്കണ്ട. കുറുപ്പിന്റെ കുത്തിനെ പിടിച്ചു നിർത്തി രണ്ട് പൊട്ടിരങ്ങ് പൊട്ടിച്ചേക്ക്. മോന്റെ കയ്യിൽ നിന്ന് രണ്ട് പെട കിട്ടിയാ കുറുപ്പ് 10 മടക്കി മര്യാദക്ക് വീട്ടിലിരുന്നോളൂ. അച്ഛനെ തല്ലിയതിന് ചോദിക്കാൻ വേണ്ടിട്ടേ കുറച്ചുപേര് വടിയും തടിയൊക്കെ ആയിട്ടങ്ങ് വന്നിരിക്കും. അവരോടൊക്കെ ഞാൻ സമാധാനം പറയാവടാ. മകന്റെ പിച്ചച്ചട്ടിയിൽ മണ്ണിടുന്ന കൊടും പാതകയാ കുറുപ്പെന്ന് ഞാൻ വിളിച്ചു പറയാം. നല്ല കാര്യം. കുറുപ്പിന് തല്ലിയത് ചോദിക്കാൻ വരുന്നവര് സ്വന്തം അച്ഛനും അമ്മയും കുറിച്ച് ചോദിച്ചാ ചേച്ചി എന്ത് മറുപടി പറയും? മക്കളെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത പരമസാധുവായ അച്ഛനും അമ്മയും കാണാതായിട്ട് കണ്ടുപിടിക്കാൻ ചേച്ചി എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാ ചേച്ചി എന്ത് സമാധാനം പറയും? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ, കാണാതായ അച്ഛനമ്മമാരെ കുറിച്ച് ഒരിക്കലെങ്കിലും ചേച്ചി അന്വേഷിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ചോർത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും വീഴ്ത്തിയിട്ടുണ്ടോ? ആദ്യം സ്വന്തം വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം ചിന്തിച്ചാ മതി. നീ വെറുതെ ചേച്ചിയെ വഴക്ക് പറയണ്ട. അച്ഛനെയും അമ്മയും തേടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വന്നത്. എന്നിട്ട് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിന് പോലും ഒരു വിവരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചിറങ്ങിട്ട് എന്താടി കാര്യം? അവര് പല തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു വല്ല രാജ്യങ്ങളിലോ ഒക്കെ പോയി കാണും. അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഒരു ദൂരയാത്രയ്ക്ക് വേണ്ട പണമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അവരുടെ പക്കലില്ല. എന്നാ പിന്നെ അവര് തിരിച്ചു വരികയോ വരാതിരിക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല വന്ദനെ. എനിക്കാണെങ്കിൽ വിശക്കുന്നു. ഞാൻ മരുന്ന് കഴിക്കാൻ പോവാ. ജഗമ്മ, മാനത്തെ കൊട്ടാ